നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇതൊരു ദുപ്പട്ട ആണ്. ദുപ്പട്ട അല്ലെങ്കിൽ ഷാൾ എന്ന് പറയുന്ന ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇത് ഷിഫോൺ തുണിയാണ്. ഇത്ര നൈസായ തുണി, ക്രേപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു തരിതരിപ്പ് ആയിട്ടുള്ള തുണി, വളരെ നൈസായ തുണി, ഇതാണ് ഷിഫോൺ തുണി. ഇത് ദുപ്പട്ട ആയിട്ട് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഷാൾ ആയിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത്. എന്നാൽ ഒരു 40 വർഷം മുന്നേ ഇത് ഇറങ്ങിയത് സാരി ആയിട്ടാണ്. ഷിഫോൺ സാരി 40 വർഷം മുന്നേ ഉള്ള കാലമാണ്. അന്നൊക്കെ കോളേജ് കുട്ടികളൊക്കെ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ സാരിയായിരുന്നു വേഷം. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. 40 വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് സാരി നിർബന്ധമായിരുന്നു. സാരി എന്ന് പറഞ്ഞാൽ ഫുൾ സാരി തന്നെ വേണം. ഡിഗ്രി ക്ലാസ്സിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ, പ്രീ ഡിഗ്രിക്ക്, സ്കൂൾ കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പാവാടയും ബ്ലൗസുമാണ് വേഷം. നീളൻ പാവാടയും അരവരെ നീളത്തിലുള്ള ഒരു നീളൻ ബ്ലൗസും. അപ്പോൾ നീളൻ പാവാടയും നീളൻ ബ്ലൗസുമാണ് പ്രീ ഡിഗ്രി കുട്ടികളുടെ വേഷം. അത് കഴിഞ്ഞാൽ ഡിഗ്രി ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ സാരി ഉടുക്കാൻ തുടങ്ങും. സാരി നിർബന്ധമാണ് ഡിഗ്രി ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക്. വളരെ ഭംഗിയായിട്ട് സാരി ഉടുത്ത് വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. ഡിഗ്രി ക്ലാസ്സിലെ മുതിർന്ന കുട്ടികളായ 3rd ഇയർ ഡിഗ്രി ക്ലാസ്സിലെ കുട്ടികളൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക്, കോളേജിലേക്ക് പോകുന്ന സമയം, വീട്ടിൽ നിന്നും ബസ്സിലാണ് കോളേജിലേക്ക് പോവുക, ടൗണിലേക്ക് കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം കലക്ട്രേറ്റ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി. കുറേ അധികം സമയം കഴിഞ്ഞിട്ടും ബസ് മുന്നോട്ട് എടുക്കുന്നില്ല. അപ്പോൾ വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച കണ്ടു. വെളിയിൽ ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതിൻ്റെ എതിർവശത്തുള്ള ഡയറക്ഷനിലൂടെ, റോഡ് സൈഡിലൂടെ ഒരു പറ്റം പെൺകുട്ടികൾ നടന്നു പോന്നു. തൊട്ടടുത്തുള്ള കോളേജിലേക്കുള്ള യാത്രയിലാണ് അവർ. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ തൊട്ടടുത്തുള്ള കോളേജിലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ കോളേജിലേക്ക് യാത്ര ചെയ്യുകയാണ് അവർ, നടന്നു പോവുകയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ എതിർവശത്തുള്ള സൈഡിൽ കൂടെ, റോഡ് സൈഡിൽ കൂടെ ഇവർ അങ്ങനെ നടന്നു പോകുന്നു. ഇവർ ഒരു 5-8 കുട്ടികളുണ്ട്, 5, 6, 7 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. ഒരു ഡിഗ്രിക്ക്, 3rd ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഇവർ ഒരു സെറ്റായി, കൂട്ടമായി വർത്തമാനം പറഞ്ഞ് അവർ കോളേജിലേക്ക് പോവുകയാണ്. മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല, വർത്തമാനം പറഞ്ഞ് അവർ നേരെ തന്നെ നടന്നു പോന്നു. പക്ഷേ ഇങ്ങേ വശത്ത്, ഇങ്ങേപ്പുറയുള്ള വശത്ത് നിന്ന് ബസ്സിൽ അടക്കം യാത്രക്കാരും ബസ്സിൻ്റെ ജീവനക്കാരും എല്ലാവരും അത്ഭുതകരമായി അവരെ തന്നെ നോക്കി നിന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഈ 5-8 കുട്ടികൾ കൂട്ടമായി പോകുന്നവർ എല്ലാവരും തന്നെ ഉടുത്തിരിക്കുന്ന ഷിഫോൺ സാരിയാണ്. ഷിഫോൺ സാരി അപ്പോൾ ഇറങ്ങിയ സമയമാണ്, പുതിയതായി വന്ന സാരികളാണ്, അത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാരിയാണ്. അത് ഷിഫോൺ സാരി എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ സാരിയാണ്. അതിനകത്ത് പൂക്കളോ കളങ്ങളോ അല്ല വേറെ പ്രിന്റുകളോ ഒന്നുമില്ല. അത് പ്ലെയിൻ ആയി ഒറ്റ കളർ സാരി. ഇതുപോലെയുള്ള ഷിഫോൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള സാരി, തരിതരിപ്പായിട്ടുള്ള സാരി, അത് ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന സാരിയാണ്. ഇത് ഉടുത്ത് പോകുന്ന പെൺകുട്ടികൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ സാരികൾ പല നിറങ്ങളിൽ വരും. അതിൻ്റെ പ്രിൻ്റ് ഒന്നുമില്ല, പൂക്കളൊന്നുമില്ല എങ്കിലും ഒറ്റ കളർ സാരി പല നിറങ്ങളിൽ, ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, വെള്ള, അങ്ങനെ പല നിറങ്ങളിൽ വരുന്ന സാരികൾ. അപ്പോൾ 5-8 കുട്ടികൾ കൂട്ടമായി പോന്നവർ ഓരോരുത്തരും ഓരോ നിറം, പച്ചയും മഞ്ഞയും നീലയും
ചുവപ്പും കറുപ്പും ആയിട്ട് പല നിറങ്ങളിലുള്ള സാരികൾ, ആ ഒറ്റ കളർ സാരിയും അതിന് ചേരുന്ന കളറിലുള്ള പാവാടയും അതിന് ചേരുന്ന കളറിലുള്ള ഒരു ബ്ലൗസും ധരിച്ച് ഒരു പോക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഷിഫോൺ സാരി കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഒന്നാമത് ഒറ്റ നിറത്തിലുള്ള പ്ലെയിൻ സാരിയാണ്, അതിന് വേറെ പൂക്കള് കൈകളൊന്നും ഇല്ല അതിനകത്ത്. അതുപോലെ തന്നെ അതേ നിറത്തിലുള്ള സാരിയും അതേ നിറത്തിലുള്ള ബ്ലൗസും ധരിച്ച് ഉള്ള പോക്ക്, അത് തന്നെ വളരെ നൈസായ സാരി, ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന സാരിയാണ്. വളരെ മെലിഞ്ഞ പെൺകുട്ടികൾ ഉടുത്തു കഴിയുമ്പോൾ വളരെ മനോഹരമായി ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന സാരി, അത് ആ സാരിയുടെ ഒരു ഭംഗിയും അത് ഉടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയും, പ്രത്യേകിച്ചും കോളേജ് കുമാരിമാർ എന്ന് പറയുമ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കോളേജിലേക്ക് കയറി ഒരു 18-19 വയസ്സുള്ള കോളേജിലെ ഡിഗ്രി ക്ലാസ്സിലെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അന്നൊക്കെ വളരെ ഫാഷനബിളായിട്ട് വരുന്ന കുട്ടികളാണ്. സാരിയാണ് ഉടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തുള്ള ഏറ്റവും പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡിങ് ഒക്കെ പരീക്ഷിച്ച് വരുന്നത് ഈ ഡിഗ്രി ക്ലാസ്സുകളിലാണ്. അപ്പോൾ ട്രെൻഡിങ്ങായി പുതിയതായി ഇറങ്ങിയ ഈ സാരി അത്ര ഭംഗിയായിട്ട് ഉടുത്ത് വരുന്നത് കാണുക, അത് തന്നെ ഒരാൾ ഉടുക്കുന്നത് പോലെയല്ല, എത്രയധികം ഒരു ഗ്രൂപ്പായിട്ട് 5-8 കുട്ടികൾ ഒരു കൂട്ടമായിട്ട് വരുന്നത്. ആ കൂട്ടത്തിന് അത്രയ്ക്ക് ഭംഗി കൂടാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് പല നിറങ്ങൾ വരുന്നത് കൊണ്ടാണ്. വളരെ വ്യത്യസ്തമായ നിറങ്ങൾ, ഒറ്റ കളറിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയും മഞ്ഞയും നീലയും അങ്ങനെ പല നിറങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് ഈ വരുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കണ്ടിട്ട് അത് കണ്ടതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും ആശ്ചര്യവും കണ്ടിട്ടാണ് ഈ ആൾക്കാരെല്ലാം അത് നോക്കി നിന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന പെൺകുട്ടികളെ, കോളേജ് കുട്ടികളെ കമൻ്റ് അടിക്കുക, നോക്കി നിൽക്കുക, കളിയാക്കി ചിരിക്കുക, അങ്ങനെയുള്ള ഒരു നോട്ടം വ്യത്യാസമാണ്. ആ നോട്ടമല്ലായിരുന്നു ഈ നോട്ടം. ഇത് വളരെ ആദരവോടെയും അത്ഭുതത്തോടെയും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആകാംക്ഷയോടെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച, അത്രയ്ക്ക് മനോഹരമായ, അത്രയ്ക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ കണ്ണിൽ അത്രയ്ക്ക് നമുക്ക് അത്ഭുതവും ആദരവും ആയിട്ട് ഒരു നോട്ടം നമ്മൾ നോക്കാറുണ്ട്. ആ നോട്ടത്തിലായിരുന്നു ഈ ഇങ്ങേ വശത്ത് നിന്ന് ഈ ആൾക്കാർ എല്ലാം നോക്കിയത്. അത് ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറാട്ടെ വണ്ടി മുന്നോട്ടെടുക്കാൻ മറന്നുപോയി. ഡ്രൈവറോടൊപ്പം കണ്ടക്ടറും നോക്കി നിന്നു. കൂട്ടത്തിൽ അതിനകത്തിരുന്ന യാത്രക്കാരും നോക്കി നിന്നു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച പെൺകുട്ടികളാകട്ടെ ഇതൊന്നും അറിയുന്നതേ ഇല്ല. അവർ വെറുതെ വർത്തമാനം പറഞ്ഞ് അവർ നേരെ നടന്നു പോവുകയാണ്. അവർക്ക് പോകേണ്ട വഴിയെ അവർ കോളേജിലേക്ക് നടന്നു പോകുന്നതാണ്. ഇവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സാരിയാണ് ഷിഫോൺ സാരി. അങ്ങനെ ഷിഫോൺ സാരിയുടെ അതിൻ്റെ മാസ്മരികതയിൽ, അതിൻ്റെ ഭംഗിയിൽ അലിഞ്ഞ് ചേർന്നിട്ടാണ് ഈ ആൾക്കാർ അത്രയും നോക്കി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചത്. അന്നത്തെ സാരി ആയിരുന്നു ആ ഷിഫോൺ സാരി. അത് പിന്നീട് സാരി മാറി. അതിൻ്റെ ഇപ്പോൾ സാരികൾ ആരും തന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു കുട്ടികളൊക്കെ തന്നെയും, കുട്ടികൾ തന്നെയല്ല പ്രായമായവർ പോലും, തീരെ വയസ്സായ ആൾക്കാർ പോലും ഇപ്പോൾ സാരി ഉപയോഗിക്കാറില്ല. ചുരിദാറാണ് എല്ലാവരും ഉപയോഗിക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചുരിദാർ ഇടുന്നതിൻ്റെ ഒരു സൗകര്യപ്രദം ആയതുകൊണ്ടാണ്. സാരി ഉടുക്കുക, സാരി ഉടുത്തോണ്ട് നടക്കുക, അത് ഉടുത്തോണ്ട് ബസ്സിൽ കയറുക, അതൊക്കെ ഒരു 5 മീറ്റർ നീളമുള്ള ഒരു തുണി അതിൻ്റെ രീതിയിൽ ചുറ്റിയിട്ട് അത് ശരീരത്ത് തന്നെ പിടിച്ചിരിക്കുന്ന പോലെ പിന്നുമെല്ലാം കുത്തി ഈ തിരക്കിനകത്തൂടെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് എല്ലാവരും തന്നെ ഇപ്പോൾ ഉടുപ്പുകളിലേക്ക് മാറിയിരിക്കുന്നത്. എന്നാൽ സാരി ഉടുത്തു പോവുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മനോഹാരിത, ആ മനോഹാരിത ഒരു കാലത്തും മാറി നിൽക്കുന്നതല്ല. പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള ഒരു മെലിഞ്ഞിരിക്കുന്ന സുന്ദരിമാർ
അവർ സാരി ഉടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. വീണ്ടും കാണാം അടുത്ത വിശേഷമായി. വീണ്ടും കാണാം. നമസ്കാരം.